എല്ലാവരും ഒരുങ്ങുന്നു. ഞാൻ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവരോടും പോയി പേഴ്സണലി ഡിസ്കഷൻ പറഞ്ഞു. ഞാൻ ഈ ഷൈജു ചേട്ടനോട് പറഞ്ഞു, ഷൈജു ചേട്ടാ ഭാര്യയും ഭർത്താവാണ്, കൃഷ്ണപ്രഭയാണത്. അപ്പൊ നിങ്ങൾ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ഒരു ഈ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർഷങ്ങൾ ശേഷമായിരിക്കും നിങ്ങളൊരു ഫോട്ടോയ്ക്ക് ഇത് വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു വെപ്രാളം വേണം. ഞാൻ മണിയമ്മളുടെ ചേട്ടൻ ചേട്ടാ വർക്ക്ഷോപ്പ് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് ഒരു ഫോൺ എടുത്തിട്ട് ചേട്ടാ ഞാൻ പിന്നെ വിളിക്കടേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്ന പരിപാടി പിടിച്ചു. അപ്പുറത്ത് ലാലേട്ടന്റെ മോളായിട്ട് അമൃത എന്ന് പറഞ്ഞ പെൺകുട്ടി ഇരിക്കുന്നത്. അപ്പൊ അമൃതയുടെ മടിയിൽ എന്റെ മോനാണ് ഇരിക്കുന്നത്. ഇവനായി അവിടെ ഇസയാണ് മടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇസയോട് പറഞ്ഞ ഞാൻ അമൃത പറഞ്ഞ നീയും ഇസയും തമ്മിൽ കണക്ഷൻ വേണം, എടാ നേരെ നോക്കിയടാ ചിരിക്കടാ എന്ന് അങ്ങനെ ഒരു കോൺവെർസേഷൻ ആയിരിക്കും നിങ്ങൾ തമ്മിൽ ഉണ്ടാവുക. അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഇർഷാദൊക്കെ ഉണ്ട്. ഇർഷാദൊക്കെയാണ് ഈ പൈസ നോക്കിയിട്ട് പാസ് ചെയ്ത് പോകേണ്ടത്. അപ്പൊ ടിജോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം ടിജോയോട് പറഞ്ഞു, ടിജോയിലേക്ക് കേട്ടും ടിജോ അപ്പുറത്തേക്ക് കൊടുക്കണം. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന രാകേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിനാണ് ഈ സമ്മാനപ്പൊതി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ അപ്പൊ ഇത് ഇർഷാദ് ടിജോയ്ക്ക് കൊടുത്തു, ടിജോ അത് രതീഷിന് കൊടുത്തു, രതീഷ് അത് ലാലേട്ടന് കൊടുത്തു, ലാലേട്ടൻ അത് എബിൻ ബിനോയ്ക്ക് കൊടുക്കണം, ഇപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പൊ എബിൻ ബിനോയ് എടുത്ത് നേരെ പോക്കറ്റിലേക്ക് ഇടും. അപ്പൊ ലാലേട്ടൻ പറയാണ് നിനക്കല്ല അവനോട്. അപ്പം എബിൻ ബിനോ അത് പോക്കറ്റ് ഇടുന്നതിന്റെ ഉണ്ട് അവന്റെ ക്യാരക്ടർ. അത് തന്നെയാണ് അവൻ ആ സിനിമ ലാലേട്ടൻ പറഞ്ഞു, ലാലേട്ട ഒന്ന് അവന്റെ മുടി ഒന്ന് വകച്ചു കൊടുത്തത്. അപ്പൊ ലാലേട്ടൻ വെറുതെ ഭയങ്കര സിമ്പിളായിട്ട് മുടിയിൽ ഇങ്ങനെ ഒന്ന് തലോടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മൾ ശോഭന, ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശോഭന മാമിന്റെ മുടി ബാക്കിലോട്ടായിരിക്കും, ഒന്ന് പിടിച്ച് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്തേക്ക്. പിന്നെ രതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ രതീഷ് കുമാർ കണ്ടാൽ പുള്ളി ഇൻസേർട്ട് ചെയ്താണ് നടക്കുന്നത് എപ്പോഴും. എല്ലാ സീക്വൻസിലും പുള്ളി ഒരു ടാക്സി ഡ്രൈവർ ആണെങ്കിലും പുള്ളി ഒരു അഭിമാനിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ സീക്വൻസ് അവസാനിക്കണം എന്താ, നമ്മുടെ ഈ ലാലേട്ടൻ മറ്റേ രതീഷ് കുമാറിന്റെ ഇൻസേർട്ട് എടുത്ത് പുറത്തേക്ക് ഇട്ടാ എടുത്തു കാണിക്കും. ഇതെല്ലാ കൂട്ടുകാരിലും ഇല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒറ്റ സീക്വൻസിൽ നടന്നപ്പോ ആണ് ഈ ലൈഫ് ഉണ്ടായത്.